ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു പുതിയ IPO കുറിച്ച് പറയാനാണ് വന്നത്. ഇൻഡോ ഫാം എക്യുപ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു പുതിയ IPO ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് സൊസൈറ്റിയിലോട്ട് ആൾക്കാരിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ ബാൻഡ് റേറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് അവസാനിക്കുന്നത്, ഈ കമ്പനിയെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് എങ്ങനെയാണ്, ഈ കമ്പനിയിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ അനാലിസിസ് നടത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻഡോ ഫാം എക്യുപ്മെന്റ് ലിമിറ്റഡ് ആണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനിയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എക്യുപ്മെന്റ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ, ഫാമിംഗ് റിലേറ്റഡ് ഫീൽഡിനെയാണ് ഈ കമ്പനി കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കമ്പനി അവരുടെ IPO അത് ഓഫർ ചെയ്തിരിക്കുന്നത് ഡിസംബർ 31, 2024 അധികം സമയമൊന്നുമില്ല. ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഡിസംബർ 31 ആരംഭിച്ച് ഏകദേശം ജാനുവരി 2 ആവുമ്പോഴേക്കും ഇവരുടെ ഈ ഓഫറിംഗ് അവസാനിക്കും. നമുക്ക് ആദ്യം തന്നെ ഈ കമ്പനിയെ കുറിച്ച് ഒരു അനാലിസിസ് നടത്താം. എന്താണ് ഇൻഡോ ഫാം എക്യുപ്മെന്റ് ലിമിറ്റഡ് എന്ന കമ്പനി ചെയ്യുന്നത്, എന്തൊക്കെയാണ്, ഇത് എപ്പോഴാണ് ഉണ്ടായത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. 1994 ഈ കമ്പനി ആരംഭിച്ചത്. അപ്പോൾ വളരെ വർഷത്തെ പഴക്കമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രവൃത്തി പരിചയവും അവർക്ക് അതിൻ്റെതായ മാർക്കറ്റിൽ അവർക്ക് അത്രയും ആൾക്കാരും അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തായാലും ഉണ്ടാകും. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ഇവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവരുടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ട്രാക്ടറാണ്. ട്രാക്ടർ തന്നെ റേഞ്ച് ഫ്രം 20 HP to 100 HP വരെ ഇവരുടെ ട്രാക്ടറിന്റെ റേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ 110 HP മോഡലിന്റെ വരെ ഡെവലപ്മെന്റ്സ് ഇവർ നടത്തുന്നുണ്ട്. 20 HP ട്രാക്ടർ വെച്ച് നമുക്ക് ചെറിയ ഫാമിംഗ് സാധനങ്ങളൊക്കെ ചെയ്യാമെങ്കിലും ഇവർക്ക് വലിയ രീതിയിലുള്ള എക്യുപ്മെന്റ്സ്, വലിയ രീതിയിലുള്ള HP 110 HP വരെയുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി അവർക്കുണ്ട്. ഈ ട്രാക്ടർ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്മോൾ ആൻഡ് ലാർജ് സ്കെയിൽ ഫാമിംഗ് നീഡ്സിന് വേണ്ടിയാണ്. അതായത് ചെറിയ രീതിയിലുള്ള ഫാമിംഗ് നടത്തുന്നവർക്കും അതുപോലെ തന്നെ വലിയ സെക്ടറിൽ ഫാമിംഗ് നടത്തുന്നവർക്കും ഇവരുടെ ഇത് യൂസ്ഫുൾ ആണ്. അതായത് ഇവരുടെ റേഞ്ച് 20 to 110 HP റേഞ്ച് വരെയുള്ള ട്രാക്ടേഴ്സ് ഇവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തേത് അവർ പറയുന്നത് ക്രെയിൻ ആണ്. ക്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്ഷൻ്റെ ആവശ്യങ്ങൾക്ക് ക്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷനും എല്ലാത്തിനും ക്രെയിൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇവരുടെ ക്രെയിനും ഇവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഫാം ഇംപ്ലിമെന്റ്സ്. ട്രാക്ടറും ക്രെയിനും മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത്, റെക്ട്രോവെക്ടർ, ഹാർവസ്റ്റർ, കമ്പൈൻസ് ആൻഡ് പ്ലഗ്സ് പോലുള്ള സാധനങ്ങളും ഇവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ മികച്ച രീതിയിലുള്ള കൺസ്ട്രക്ഷനും അതായത് പ്രോഡക്റ്റ് ആണ് ഇവർ ബിൽഡ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ മാനുഫാക്ചറിങ് ക്യാപ്പബിലിറ്റീസ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവർ ഹിമാചൽ പ്രദേശിലെ ബന്ദി എന്ന സ്ഥലത്താണ് ഇവരുടെ ഈ കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവർക്ക് ഏകദേശം 12,000-ഓളം ട്രാക്ടർ അവരുടെ കമ്പനിയിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ 1280 പിക്ക് ആൻഡ് ക്യാരി ക്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി അവർ ഒത്തിരി ഇൻസ്ട്രുമെന്റ് അവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു കമ്പനി വീണ്ടും കുറച്ചുകൂടെ വിപുലമായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് അവർ IPOക്കായിട്ട് അവരുടെ കമ്പനി കൊടുത്തിട്ടുള്ളത്. വളരെ മികച്ച രീതിയിലാണ് കമ്പനി ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സൈഡായിട്ട് നമുക്ക് ഇതിൻ്റെ എടുക്കാൻ പറ്റും. പിന്നെ മാർക്കറ്റ് പ്രസൻസ്, ഈ കമ്പനിയുടെ മാർക്കറ്റ് പ്രസൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓവർ 175 ഡീലർഷിപ്പ് സ്പ്രെഡ് അക്രോസ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് ലൈക്ക് പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര ആൻഡ് ഉത്തർപ്രദേശ്. ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ഭൂരിഭാഗം കൃഷി നടക്കുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡാണ്. ആ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അവർക്ക് ഏകദേശം 175 ഡീലർഷിപ്പ് അവർക്ക് ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല അവരുടെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്, ഇന്റർനാഷണലിയും നാഷണലിയും അവർ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഇന്റർനാഷണൽ കൺട്രീസ് ലൈക്ക് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലും അവർ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അടുത്ത ഈ കമ്പനിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് അവർക്ക് സ്വന്തമായി ഇൻഹൗസ് ഫിനാൻസിംഗ് ഉണ്ട്. അവരുടെ ഇൻഹൗസ് ഫിനാൻസിംഗ് ആമിന്റെ പേരാണ് ബൊറോട്ട ഫിനാൻസ് ലിമിറ്റഡ്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2017 ഇവർക്ക് ലോൺ കൊടുക്കാൻ കഴിയുന്ന എമൗണ്ട് ഏകദേശം 127.16 കോടിയാണ്. അവർക്ക് ഇപ്പം തന്നെ ഓൾറെഡി 6000-ഓടടുത്ത് ഏകദേശം 5090-ഓളം ആൾക്കാർ ആക്റ്റീവ് കസ്റ്റമേഴ്സ് ആയിട്ട് ഇപ്പോൾ തന്നെ അവരുടെ കമ്പനിയിൽ ഉണ്ട്. അവരുടെ ഗ്രോസ് NPAS എന്ന് പറയുന്നത് 4.13%, നെറ്റ് NPAS എന്ന് പറയുന്നത് 3%. ഇനി നമുക്ക് IPO ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എത്ര രൂപയാണ് ഇവർ ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്, എത്ര രൂപയാണ് മൊത്തത്തിൽ ഷെയർ ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഓവർവ്യൂ നടത്താം. ഇവിടെ കീ ഇൻഫോർമേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇഷ്യൂ സൈസ് വന്നിരിക്കുന്നത് 260.15 കോടി രൂപയാണ് ഇവരുടെ ഇഷ്യൂ സൈസ്. ഈ 260.15 കോടിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫ്രഷ് ഇഷ്യൂവിൽ വരുന്നത് 184.90 കോടി രൂപയും. അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിലിനായിട്ട് അവർ വച്ചിരിക്കുന്നത് 75.25 കോടി രൂപയുമാണ്.
പ്രൈസ് ബാൻഡ് വരുന്നത്, അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവരുടെ പ്രൈസ് ബാൻഡ് വരുന്നത് 204 രൂപ മുതൽ 215 രൂപയാണ്. വലിയ എമൗണ്ട് ഒന്നുമില്ല. നമ്മൾ മുന്നേ വേറൊരു IPO-നെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ ബാൻഡ് ഏകദേശം 400 സംതിങ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര ചീപ്പ് മീൻസ് ബാക്കിയുള്ള IPO-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞൊരു എമൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 204 രൂപ മുതൽ 215 രൂപയാണ് പെർ ഷെയറിന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 rupees പെർ ഷെയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ലോട്ട് സൈസ് പറഞ്ഞിരിക്കുന്നത് 69 ഷെയർ ആണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 14,835 രൂപയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ IPO സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 31-നും അവസാനിക്കുന്നത് ജാനുവരി 2-നുമായിരിക്കും. അതിനുള്ളിൽ തന്നെ നമ്മളുടെ ഷെയർ മാക്സിമം മേടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ലിസ്റ്റിംഗ് ഡേറ്റ് വരുന്നത് ഏകദേശം ജാനുവരി 7-ലാണ്. അന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മളുടെ ലോട്ട് വീണിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അന്ന് അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇവരുടെ IPO-യുടെ പർപ്പസ് എന്താണെന്ന് നോക്കാം. പർപ്പസിൽ ആദ്യം വരുന്നത് തന്നെ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയാണ്. അതായത് അവരുടെ കമ്പനി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യത്തെ 70 കോടി അവർ ഉപയോഗിക്കുന്നത് പ്രൊഡക്ഷൻ എക്സ്പാൻഷന് വേണ്ടിയാണ്. രണ്ടാമത്, പിന്നെ ഏതൊരു കമ്പനി എടുത്താലും കുറച്ച് കടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഈ കമ്പനിക്കും കടങ്ങളുണ്ട്. പിന്നെ കടം തീർക്കാൻ വേണ്ടിയാണ് 50 കോടി രൂപ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്കൊരു ഇൻഹൗസ് ഫിനാൻസ് സ്കീമൊക്കെ ഉണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ അവർ ലോൺ കൊടുക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി അവരൊരു 45 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ഓൾറെഡി അവർക്ക് 6000 സംതിങ് കസ്റ്റമേഴ്സ് ഓൾറെഡി അവരുടെ ഇൻഹൗസ് ഫിനാൻസ് സ്കീമിലുണ്ട്. അതിനുവേണ്ടി ഒരു 45 കോടി രൂപ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ജനറൽ ഓപ്പറേഷന് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത്രയും രൂപ ഇവരിങ്ങനെ ഇതാണ് ഈ IPO-യുടെ പർപ്പസ് ആയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ കമ്പനിയുടെ കഴിഞ്ഞ കാലത്തെ അവരുടെ വർക്കിംഗ് എങ്ങനെയാണ്, അവരുടെ കമ്പനിയുടെ വളർച്ച എങ്ങനെയാണ്, അവിടെ എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് നേരിട്ടത്, അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എപ്പോഴും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കമ്പനി എടുക്കുകയാണെങ്കിൽ 2021 മുതൽ 22 വരെയുള്ള ഫിസിക്കൽ ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ റവന്യൂ ഏകദേശം 353 കോടി രൂപയാണ്. അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത് 14 കോടി രൂപയാണ്. അവരുടെ നെറ്റ് വർത്ത് വരുന്നത് 275 കോടി രൂപയാണ്. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 3.96%. അടുത്ത് 2022 മുതൽ 2023 വരെയുള്ള കാലയളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ റവന്യൂ വരുന്നത് 371.82 കോടി രൂപയാണ്. വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വലിയ രീതിയിലുള്ള സഡൻ ഒരു മാറ്റവും സഡൻ ഒരു ബൂമും ഒന്നുമല്ല ഉണ്ടായത്. പക്ഷേ വളർച്ചയുണ്ട്. 353 നിന്ന് 371 എന്നൊരു ചേഞ്ചിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2022 to 2023 വരെയുള്ള കാലയളവിൽ 15 കോടി രൂപയാണ് അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിരിക്കുന്നത്. അവരുടെ നെറ്റ് വർത്ത് ഈ ഒരു കാലയളവിൽ 290 കോടി രൂപയാണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 4.03%. അടുത്ത് നമ്മൾ 2023 മുതൽ 2024 വരെയുള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ ആ ഒരു കാലയളവിൽ അവരുടെ റവന്യൂ വരുന്നത് 375.95 കോടി രൂപയാണ്. വളർച്ച ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു വലിയ രീതിയിലുള്ള വളർച്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ കാണുകയാണെങ്കിൽ 16 കോടി രൂപയാണ് അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിരിക്കുന്നത്. നെറ്റ് വർത്ത് വരുന്നത് 317 കോടി രൂപയും നെറ്റ് പ്രോഫിറ്റ് മാർജിൻ വരുന്നത് 4.26%. ഇതാണ് ഈ ഒരു 2021 മുതൽ 2024 വരെയുള്ള കാലയളവിലെ ഒരു കണക്കാണ്. അവരുടെ ആ കമ്പനിയുടെ വളർച്ചയെക്കുറിച്ച്. വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വളരെ സ്ലോ ആയിട്ടുള്ള വളർച്ചയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത നമുക്ക് ഈ കമ്പനിയുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അതുപോലെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനിയിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളുടെ ഈ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് അനാലിസ് ചെയ്യാം. ഡൈവേഴ്സ് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ് ആദ്യം എടുത്ത് പറയേണ്ടത്. ഇവർക്കൊരു സ്ട്രോങ് കണക്ഷൻ അഗ്രികൾച്ചർ സെക്ടറിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറിലും ഉണ്ട്. അപ്പം അതെപ്പോഴും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു എക്യുപ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അത് ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നതാണല്ലോ ഏറ്റവും മെയിൻ കാര്യം. അപ്പോൾ അവർക്ക് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ളത് ഒരു സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന കാര്യമാണ് എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് പ്രസൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അവർക്ക് അതായത് നോർത്ത് ഇന്ത്യയിലെ ഏകദേശം ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ മധ്യപ്രദേശ് എല്ലാ മേഖലകളിലും അവർക്ക് ഡീലർഷിപ്പ് ഉള്ള കാര്യം പറഞ്ഞു. അത് വളരെ ഒരു മികച്ചൊരു കാര്യമാണ്. കാരണം ഡീലർഷിപ്പ് ഉള്ളപ്പോൾ അവർക്ക് വളരെ തന്നെ അവരുടെ പ്രോഡക്റ്റ് വളരെ വേഗം മാർക്കറ്റിൽ എത്തിക്കാനും അത് വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. മൂന്നാമത് വരുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് ഒരു ഇൻ ഹൗസ് ഫിനാൻസിങ് ആം ഉണ്ട്. അതിനുവേണ്ടി അവരുടെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഏകദേശം 45 കോടിയോളം അതിനുവേണ്ടി അവർ മാറ്റി വെച്ചിട്ടുമുണ്ട്. ഓൾറെഡി അവർക്കൊരു ഇൻ ഹൗസ് ഫിനാൻസിങ് ആം ഉണ്ട്. അതിൽ ഏകദേശം 6000-ഓളം കസ്റ്റമേഴ്സും ഉണ്ട്. ഈ കമ്പനിയുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ വളർച്ചയെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. കമ്പനിയുടെ ഏകദേശം 2022 മുതൽ 2024 വരെയുള്ള കണക്കെടുത്തപ്പോൾ വളർച്ചയുണ്ട്, പക്ഷേ വളരെ വേഗത്തിലുള്ള വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ സ്ലോ ഗ്രോത്ത് ആണ് കാണുന്നത്. അപ്പോൾ നമ്മളൊരു പൈസ ഈ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പൈസ വളരാനും വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകാനുള്ള ചാൻസേ ഉള്ളൂ. അതൊരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ കമ്പനിക്ക് കോമ്പറ്റീഷനായിട്ട് ഏകദേശം 3-4 വൻകിട കമ്പനികൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. മഹീന്ദ്ര പോലുള്ള കമ്പനികൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അപ്പോൾ കോമ്പറ്റീഷന്റെ റേറ്റും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ വളർച്ചാ റേറ്റും വളരെ കുറവാണ്.
ഇതാണ് ഈ കമ്പനിയുടെ വീക്ക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യുവേഷൻ മെട്രിക്സ് ആണ്. EPS ഗ്രോത്ത് 12%, CAGR ഓവർ 3 ഇയേഴ്സ് ആണ്. 3 വർഷത്തിനുള്ളിൽ ഇതിന്റെ EPS ഗ്രോത്ത് വരുന്നത് 12%. അതുപോലെ തന്നെ PU റേഷ്യോ വരുന്നത് ഇൻഡോഫാമിന് 54.43x, അതുപോലെ തന്നെ മഹീന്ദ്ര ട്രാക്ടറിൽ 32x, അതുപോലെ തന്നെ എസ്കോട്ട് കുബോട്ടയിൽ 40x വരുന്നത്. അതുപോലെ തന്നെ ഡെബിറ്റ് ടു ഇക്വിറ്റി റേഷ്യോ വരുന്നത് 1.25x ആണ്. 2021 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതുണ്ടായത്. 2023 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ 0.95x ആണ് ഇതിന്റെ വാല്യുവേഷൻ മെട്രിക്സിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് ഏകദേശം പഠിച്ചു. അതുപോലെ തന്നെ ഈ കമ്പനിയിലെ 2021 മുതൽ ഏകദേശം 2022 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിലെ വളർച്ച എന്താണെന്ന് നോക്കി, ഇതിന്റെ ബാൻഡ് റേറ്റ് എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, IPO എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിസംബർ 31 മുതൽ തുടങ്ങി ജാനുവരി 2-നാണ് അവസാനിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മൾ പറഞ്ഞു ഇവർ ട്രാക്ടർ, അതുപോലെ തന്നെ അഗ്രികൾച്ചറിനും ഫാമിങ്ങിനും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഇവർ കൂടുതലായിട്ടും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ അഗ്രികൾച്ചറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എവറിത്തിങ് ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ മൺസൂണിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ഫാമിങ്ങും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഈ മൺസൂൺ ഇതൊക്കെ എല്ലാം കോട്ടമായി ബാധിച്ചാൽ ഈ കമ്പനിയെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായി, ഇതിപ്പോൾ ഞാനൊരു ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടുതൽ അറിയുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതിന്റെ ബാൻഡ് റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏകദേശം 204 മുതൽ 215 വരെയാണ്. അതുപോലെ എത്ര ഷെയർ എടുക്കാം, എപ്പോഴാണ് അതിന്റെ ലോട്ട് എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇതാണ് ഈ ഒരു IPOനെ കുറിച്ചുള്ള ഏകദേശ ഓവർവ്യൂ. ഇപ്പോൾ ഞാൻ ഇൻഡോഫാം എക്യുപ്മെന്റ് ലിമിറ്റഡിന്റെ IPOനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള കൂടുതൽ IPOനെ കുറിച്ചും കൂടുതൽ മണി റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ ഇപ്പോൾ തന്നെ ഫ്രീഡം മണി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.